തിരുവനന്തപുരത്ത് പോക്സോ കേസ് പ്രതിയെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ച വിവാദത്തിൽ വിശദീകരണവുമായി സ്കൂൾ അധികൃതർ. പ്രവേശനോത്സവത്തിന് ബ്ലോഗർ മുകേഷ് നായരെ ക്ഷണിച്ചിട്ടില്ലെന്ന് ഫോർട്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ പറഞ്ഞു. ഞങ്ങൾ ആകെ ഇവിടെ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലർ, ഫോർട്ട് വാർഡ് കൗൺസിലർ മാത്രമാണ്. വേറെ ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. എല്ലാ വർഷവും വരുന്നത് പോലെ JCIക്കാരും വരുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ വന്നു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ ഉദ്ഘാടനം കൗൺസിലർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് പഠനോപകരണങ്ങളെല്ലാം നൽകി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വ്യക്തി കടന്നു വരുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് JCI റോയൽ സിറ്റി അതിൻ്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഇതാണ് വാസ്തവം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സംഭവം വിവാദമായതിന് പിന്നാലെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇത് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. സ്കൂൾ അധികൃതരുടെ അറിവില്ലാതെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നതാണോ വിശദീകരണം? എന്താണ് സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത്? ഈ കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതയടക്കമുള്ള കാര്യങ്ങളിൽ കർശന നടപടി, അതിന് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കർശന നടപടി എന്നുള്ളതാണ് ഈ അക്കാഡമിക് ഇയർ മുതൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോടക്കം പങ്കുവച്ച കാര്യം. ഇന്നലെയാണ് പ്രവേശനോത്സവം നടന്നത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ, പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതിയായിട്ടുള്ള യൂട്യൂബർ മുകേഷ് നായർ പങ്കെടുത്തു. മാത്രമല്ല അദ്ദേഹം സംസാരിക്കുകയും കുട്ടികൾക്ക് ബാഗൊക്കെ നൽകുന്ന വീഡിയോ ദൃശ്യം അത് സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുകയും ചെയ്തു. ഒരു പോക്സോ കേസ് പ്രതിയെ ഇത്തരമൊരു പരിപാടിക്ക് ക്ഷണിച്ചത് പിന്നീട് വിവാദമാവുകയും ചെയ്തിരുന്നു. കോവളത്ത് വെച്ച് ഈ റീൽസ് ചിത്രീകരണത്തിനിടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നടക്കമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷ് നായർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നത്. ഈ അന്വേഷണം നടത്തുന്നതിനിടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൻ്റെ അവരുടെ പ്രവേശനോത്സവ പരിപാടിയിൽ ഇങ്ങനെ ഒരു കേസിലെ പ്രതി പങ്കെടുത്തത് പിന്നീട് വലിയ ചർച്ചയാവുകയും തുടർന്നാണ് ഈ വിഷയത്തിൽ അടിയന്തര നടപടിക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് ഈ വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം, അവർ പ്രവേശനോത്സവ ചടങ്ങിനിടെ കുട്ടികളുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ ഒരു സംഘടന സമ്മതിച്ചിരുന്നു. അതിൻ്റെ സംഘടനയുടെ ഭാഗമായിട്ടാണ് മുകേഷ് നായർ വന്നത്. മുകേഷ് നായരെ ക്ഷണിച്ചിട്ടില്ല. മാത്രമല്ല മുകേഷ് നായർ പരിപാടിയുടെ പകുതിക്കാണ് വന്നത്. അതിൽ സ്കൂളിന് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ ഇരുത്താൻ പാടില്ല എന്ന് സ്കൂൾ അധികൃതർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ഇനി എന്ത് നടപടി എന്നുള്ളത് കാണാം. ഈ വിഷയത്തെ ഗൗരവമായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടിട്ടുണ്ട്. അനുജ, ഇന്നലെയാണ് തിരുവനന്തപുരത്ത് ഫോർട്ട് സ്കൂളിൽ പോക്സോ കേസ് പ്രതിയായ വ്ലോഗർ മുകേഷ് നായർ പങ്കെടുത്തത്. എന്നാൽ അദ്ദേഹം പങ്കെടുത്തത് സ്കൂൾ അധികൃതരുടെ അറിവോടെയല്ല, മറ്റൊരു സംഘടനയുടെ അറിവോടെയാണ്. അവരാണ് ക്ഷണിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഈ വിഷയത്തിലാണ് സർക്കാർ അടിയന്തര റിപ്പോർട്ട് തേടിയത്.